ഓടിത്തുടങ്ങി. ഒരാളിതാ ഇവിടെ നിൽക്കുന്നു കല്ല് നോക്കാൻ വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഫിഷിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇന്ന് കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ നമ്മൾ പോകുന്നത് ഓടത്തിലാണ്. അപ്പോൾ ഈ ഒരു ഓടത്തിൽ നമ്മളൊരു വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ദേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പൊരു 2 വർഷത്തിന് മുമ്പൊക്കെ ഞാൻ 1-2 പ്രാവശ്യം ഈ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും അങ്ങനെ വരുന്നില്ല. നമ്മുടെ കൂടെ ഉള്ളത് ജാബറും അതുപോലെ തന്നെ സാദിഖിക്കായുമാണ്. അപ്പോൾ ജാബർ നമ്മുടെ ഫ്രണ്ടാണ്. മിക്ക ദിവസങ്ങളിലും കടലിൽ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് ജാബർ. എന്തിനാ വെള്ളം? ആ അങ്ങനെ നമ്മൾ കല്ലിൻ്റെ അപ്പുറത്തൂടെ പോകുന്നുണ്ടോ? കല്ല് നിറച്ച് മീൻ, അതിനകത്ത് കുഞ്ഞു മീനുകൾ. ഇവിടൊക്കെ എത്തുമ്പോൾ ഇല്ലേ ഗ്ലാസ് ബോട്ടിനകത്ത് മറ്റേ ഇത് കാണിക്കുന്നേ. അതെ, നമ്മൾ ഈ ഒരു ഓടത്തിലാ പോകുന്നത് ഇന്ന്. ആ ജാബർ വരുന്നത് അപ്പലിനാ. ഇല്ല, ജാബർ ഇറങ്ങും. ഇത് അപ്പൽ പിടിക്കാൻ വേണ്ടി വരുവാ. അപ്പോൾ ജാബർ നമ്മളോട് ചോദിച്ചു ദൂരെ ഒരു കൊടി കാണുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ കുറേ നേരം നോക്കിയിരുന്നിട്ടാണ് അത് കണ്ടത് കേട്ടോ. അങ്ങ് ദൂരെ ഒരു കൊടി പോലൊരു സംഭവം കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്പോട്ടാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ലഗൂൺ ഏരിയയിലാണ്. അതിന് അപ്പുറം, ആ കൊടിയുടെ അപ്പുറം ഭാഗം എന്ന് പറയുന്നത് ആഴക്കടലാണ്. അപ്പം ബോട്ടുകാർക്കൊക്കെ ചൂരയൊക്കെ പിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇത് കടന്നു പോകാനുള്ള ആ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്ന ആ ഒരു കൊടിയുടെ ഭാഗം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ദൂരെ കൂടെ പോകേണ്ടി വരും. അപ്പോൾ അതാണ് ഈ കൊടി കണ്ടോ എന്ന് കുറേ നേരം കൊണ്ട് ജാബർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളിപ്പം മീൻ പിടിക്കാൻ വന്നേക്കുന്നത് ലഗൂൺ ഏരിയയിലാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് ലഗൂൺ ഫിഷാണ് കേട്ടോ. നമുക്ക് നോക്കാം മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. എന്തായാലും നമ്മൾ വന്നതല്ലേ. അപ്പോൾ ഇവരോട് കുറേ നാൾ കൊണ്ടേ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെയും കൂടെ കൊണ്ടുപോകണേന്ന് കുറേ നാൾ കൊണ്ടേ പറയുന്നുണ്ടായിരുന്നു ജാബറിനോട്. അപ്പോൾ ഇന്ന് എന്തായാലും അവർ നമ്മളെ വിളിച്ചു. അപ്പോൾ നമ്മളിതേ അവരുടെ കൂട്ടത്തിൽ ലക്ഷദ്വീപിലെ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. നമ്മൾ ബോട്ട് നിർത്തി, അല്ല ഓടം നിർത്തി. എവിടെയാണ് മറക്കണ്ടെന്ന് ജാബറിന്. ഓ, നമ്മൾ നങ്കൂരം ഇട്ട്. ഇനി എന്താ ചെയ്യാൻ പോവാ അടുത്തത്? അനിയത്തിയോ? അടുത്ത കടസ് എടുക്ക്. ചൂണ്ടയൊക്കെ എടുക്കുക. കടസ് ആയുധങ്ങളൊക്കെ വെളിയിലെടുത്ത് കുളുവൽ പിടിക്കാനുള്ളതാണ് ഇതല്ലേ? എനിക്കറിയണ്ടായി. പിന്നെ കളഞ്ഞു ചൂണ്ടൊക്കെ പറക്ക എടുക്കുന്നുണ്ട്. ചൂണ്ട കിട്ടുന്ന നോക്കട്ടെ. അപ്പൽ പിടിക്കണം. എൻ്റെ അടുത്ത് ഇര എടുക്കുന്നു. ആ, അപ്പലിനെ പിടിക്കാൻ പോകണം. അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മൾ ഇരയെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാ. നീരാളിയാണ് ഇര. വലിയ പീസ് വേണോ? വലിയ പീസ് വേണോ? ചുട്ടാപ്പലെന്നോ? എന്താ അത്രയും വലുതായിട്ട് കൊടുക്കുവോ?
ചില മീൻ വലുതായിട്ട് കൊടുക്കണം. കൊളുത്തി നമ്മൾ കൊളുത്തിയോ അറിയാൻ തുടങ്ങി. പെട്ടെന്ന് പോയിട്ട് മീനും കയറി വാ. കൊളുത്ത് പെട്ടെന്ന് കൊളുത്തി അങ്ങോട്ട് ഇട്. കിട്ടത്തില്ല ഇല്ലയോ? കൊളുത്തുന്നുണ്ട്, കൊളുത്തുമല്ല കുത്തുന്നുണ്ട് ഇല്ലയോ? ഇരയിട്ടിട്ട് രണ്ടുപേരും ഇരിക്കുന്നത് ഒരു ചൂണ്ടയും കൂടി ഇട്ട് ഇല്ലല്ലയോ? ഉണ്ടോ? ഇര നോക്കുക ഉണ്ട്. എന്താ ഉണ്ടല്ലയോ? എന്താ ഉണ്ട്? അയ്യോ പോയോ? ആണോ? അയ്യോടാ ചുമ്മാ വലിക്കുവാണ്. ജാബറിന് മീൻ കിട്ടി. ഹായ്, ഇതെന്താ മീന? ഹായ്, ഇതേ നമുക്ക് ഫസ്റ്റ് മീനിനെ കിട്ടി. അടിപൊളി അടിപൊളി, നിങ്ങൾക്ക് ഫസ്റ്റ് മീനിനെ കിട്ടിയല്ലോ. മെട്ടിക്കുട്ടി അതാ നമുക്ക് ആദ്യം കിട്ടിയത്. മെട്ടിക്കുട്ടി ഇത് വേറെ കളറാന്നല്ലോ. ആണോ? ഔറും ഇതിനെ കളയുന്നുമില്ലയോ? ഇത് വേണ്ടല്ലോ. ആ മീൻ ചുട്ട് കഴിക്കുന്നതാണ്. കറക്റ്റ് ഇല്ലയോ? കറക്റ്റ് കറുത്ത് തന്നെ ഇരിക്കുന്നത്. തൂക്കി അവിടെ. ഇനി പതുക്കെ പതുക്കെ കട്ട് ചെയ്തെടുക്കാമല്ലോ. ഓ എൻ്റെ അത് നല്ല അതെ, ഇര അരിയുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്, ചൂണ്ട വലിക്കുന്നുണ്ട് ഇല്ലയോ? ഈ ടങ്കീസ് എനിക്കാ. അപ്പോൾ ദേ നമുക്ക് അടുത്ത മീനിനെ കൂടെ കിട്ടി കേട്ടോ. വീണ്ടും നമുക്കൊരു മെട്ടിക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 2 മീനിനെ കിട്ടിയേ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വേറെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണേ. നമുക്ക് അടുത്ത് ഇരയെ നോക്കാൻ വേണ്ടി പോവാം. ഇത്രയെല്ലാം സ്റ്റാർട്ട് അടിക്കണം. ഞങ്ങൾ അടുത്ത താവ നോക്കി പോവുക. താവ മീൻസ് സ്ഥലം. അപ്പോൾ അതേ നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇരയെ പിടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന അപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം പഴക്കമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ഇരയെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മീൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ആ ഇരയെ പിടിക്കാനാണ്. ഇരയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിടിക്കാൻ വന്നേക്കുന്നത് നീരാളിയെയാണ് കേട്ടോ. അപ്പോൾ നീരാളി പിടിക്കാൻ എക്സ്പേർട്ടായിട്ടുള്ള ജാബറാണ് ഇനി അടുത്തത് നീരാളിയെ പിടിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വന്നേക്കുന്ന സ്ഥലം കണ്ടോ, ഇപ്പോൾ ദാ ലോ ടൈഡിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഹൈ ടൈഡ് ആകും. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ ഹൈലി ലോ ടൈഡ് സമയത്തും അതുപോലെ തന്നെ ഹൈ ടൈഡ് സമയത്ത് നമുക്ക് മീൻ കിട്ടുന്നത് ഹൈ ടൈഡ് നല്ലതുപോലെ മീൻ കിട്ടും കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവര് പോയിട്ട് അപ്പല് പിടിക്കാൻ വേണ്ടി പോവാണേ. നിങ്ങൾ ഈ മുരുവിനകത്ത് ഇറങ്ങി അപ്പലിനെ നോക്കാൻ പോന്നേ? ഇതുപോലുള്ളതിനകത്ത് ഇറങ്ങി. നിങ്ങളൊത്തിരി ദൂരോട്ട് പോകത്തില്ലല്ലോ. ഇവർ രണ്ടുപേരും ഇറങ്ങാൻ വേണ്ടി പോവാം. അപ്പൽ കുത്താനുള്ള ആയുധങ്ങളൊക്കെ എടുത്ത്. എന്തി ആയുധങ്ങൾ? അപ്പൽ കുത്താനുള്ള ആയുധമൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പോവാ. അപ്പോൾ അതെ അവർ കമ്പിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാലിൽ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർ ഇറങ്ങിയത്. അപ്പോൾ ഈ കോറൽസിന് ഇവർ പറയുന്നത് മുരുവാന്നാട്ടോ. അപ്പോൾ അതേ ഇവിടെ എല്ലാം ലോട്ടൈഡ് ആയത് കാരണം അവർക്ക് നടന്നു പോകാൻ പറ്റുന്ന ആ ഒരു വെള്ളവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ദേ അവർ അപ്പൽ കുത്താൻ വേണ്ടി പോയി. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിലിരുന്ന് കേട്ടോ. അവർ പോയിട്ട് അപ്പലിനെ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പലിനെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രഷ് അപ്പൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ മീൻ കിട്ടും.
അപ്പോൾ ഇനി ഇപ്പോൾ ലോ ടൈഡാണ്, കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഹൈ ടൈഡ് ആകും. ആ സമയത്ത്, അതായത് വെള്ളം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ മീൻ പിടിക്കുവാണെങ്കിൽ മീനെ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവരങ്ങ് ദൂരേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ചെറിയ 2 മീനിനെയാണ് കിട്ടിയത്. അത് പഴകിയ ഇരയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ പുതിയ ഇരയെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി മീനിനെയൊക്കെ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, അവരാദ്യം അപ്പലിനെ പിടിച്ചുകൊണ്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഇരയായിട്ട് കൊടുക്കാം. ഇതേ നമ്മൾ ഫുള്ള് കോറൽസിൻ്റെ അടുത്താണ് നമ്മുടെ ഓടം കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ട്. അടിപൊളിയില്ലയോ? ഇതോ അവരവിടെ നിൽക്കുന്ന, അവരുടെ കയ്യിൽ അപ്പൽ കിട്ടിയെന്നാണ് തോന്നുന്നത് കേട്ടോ. അവരുടെ കയ്യിൽ കമ്പിയിൽ അപ്പൽ കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാനിവിടെ വെറുതെ ഒന്ന് ചൂണ്ടയിട്ട് കേട്ടോ, ചുമ്മാ വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ നമുക്ക് ചൂണ്ടയിട്ട് നോക്കാം, മീൻ കിട്ടിയാലോ. കണ്ടോ, അങ്ങനെ നമ്മൾ ഇന്ന് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിൽ ഫിഷിങ്ങിനായിട്ട് വന്നേക്കുക. നല്ല രസമുണ്ട്. കണ്ടോ, ഇപ്പം പദം വരുന്ന സമയം, അതുകൊണ്ട് അതേണ്ട കോറൽസൊക്കെ നല്ല നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ. അടിപൊളി. അതുകൊണ്ട് അവിടെ കുറച്ച് ദൂരെയൊക്കെ നല്ല പോലെ കല്ല് തെളിഞ്ഞ് കാണുന്നുണ്ട്. കോറൽസൊക്കെ നല്ല തെളിഞ്ഞ് വന്നേക്കുന്നുണ്ടോ. അവരിതോ അങ്ങ് ദൂരെ 2 പേര് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവരുടെ കയ്യിൽ അപ്പലുണ്ടെന്ന്. ജാബറിൻ്റെ കയ്യിൽ അപ്പൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അപ്പലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരുടെ കയ്യിലിരിക്കുന്ന ആ കമ്പിയിൽ അപ്പലിനെ കൊളുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പോയത് വെറുതെ ആയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പുതിയ അപ്പലിനെ ഇരയായിട്ട് കൊടുത്തിട്ട് മീനിനെ പിടിക്കാം. അവർ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള അപ്പൽ കണ്ടോ, ഇത് നീരാളി, നമ്മുടെ ഒക്ടോപ്പസ് ആണിത്. ഇപ്പം നമ്മളിതിനെ പിടിച്ചത് ഇരയായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു നീരാളിയെ ഉപയോഗിച്ച് നമ്മുടെ ദ്വീപുകാർ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിനെ ഉണക്കിയും പച്ചയ്ക്കും ഒക്കെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കണ്ടോ, അത് അങ്ങ് കയറി പറ്റി പിടിച്ചു കേട്ടോ. ഇനി അതിനെ ഇളക്കി എടുക്കുവാണേ. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് കാണാം. 2 എണ്ണത്തിനെ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഒരു ഇടത്തര ഒരെണ്ണവും പിന്നെ ചെറിയ ഒരെണ്ണത്തിനെയുമാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം ഇരയായിട്ട് കൊടുക്കാനുള്ള 2 നീരാളിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി ഇരയായിട്ട് കൊടുക്കാം. നല്ല രസമുണ്ടല്ലേ. ഇതാണ് നമ്മുടെ നീരാളി, അപ്പൽ, ഒക്ടോപ്പസ് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇനി നമ്മളത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടേക്ക് നമ്മൾ വന്നത് ഈ ഒരു ഇരയെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. ഇനി നമ്മൾ നേരെ മീനിനെ കിട്ടുന്ന ഓരോ സ്പോട്ടുകളുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോവുകയാണ്. കല്ലുകളും അതുപോലെ തന്നെ മുരുവ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വന്നു, അവിടെ ബോട്ട് നിർത്തി. എന്നിട്ട് നമ്മൾ ഇര അരിയാൻ വേണ്ടി പോവുക. ഇതിനെ ഇര അരിയുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നീരാളിയെ ആ ഒരു കമ്പിൽ നമ്മൾ കൊളുത്തിയിടും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഫിഷിങ്ങിലാണെങ്കിൽ തന്നെയും നമസ്കാരം ഒഴിവാക്കാറില്ല. കണ്ടോ, ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമസ്കാരം നിറവേറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ അപ്പലിനെ ജാബർ അവിടെ കൊളുത്താൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ അതിൻ്റെ പുതിയ അപ്പലിനെ അതിനകത്ത് കൊളുത്തി ഇനി നമ്മൾ ആവശ്യത്തിന് ഇര അരിഞ്ഞ് എടുക്കും കേട്ടോ. ഇവിടെ തൊട്ടിപ്പുറത്ത് ഇരുന്നിട്ട് അടുത്ത ഇരയെ കൊളുത്തുന്നുണ്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇര കൊളുത്തുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ കടസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഇര കൊളുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പലിൻ്റെ വാലൊക്കെ ഇവിടെ കൊളുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ജാബർ അവിടെ ഇരുന്ന് വീണ്ടും ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അരിഞ്ഞിട്ട് ഓരോ ചൂണ്ടയിൽ കൊളുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇരയൊക്കെ ഇട്ട് നോക്കാം. അതിനിടയ്ക്കൂടെ നമുക്ക് ചായ കുടിക്കണം. നമ്മൾ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് കാണിച്ചേ, അതെന്തോ കൊളുത്തുന്നത്? തല അപ്പലിൻ്റെ വേസ്റ്റ്. ഇത് കൊളുത്തിയാൽ പെട്ടെന്ന് കിട്ടുമല്ലയോ? ഇതെന്ന് എന്ത് കാണിച്ചു? ഞാൻ കണ്ടില്ല. അയ്യോ, ഇതെന്തോ, ഇതിനെ കണ്ടിട്ട് എന്തോ പോലെ. ഇതെന്തോ ഇതിന്റെ പേര്? എടുത്തേ. അപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ കുടുങ്ങിയ ഒരു മീനിനെ കണ്ടോ. ഇതിനെ ശമണിയം എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ കഴിക്കത്തൊന്നുമില്ലേ. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ആ ഒരു നൂലൊക്കെ കടിച്ചെടുക്കുന്ന ഒരു മീനാണ്. ഇതിനെ നമുക്ക് വേണ്ട. ഇതിനെ ഇപ്പം തന്നെ നമ്മൾ കടലിലിടും. പിന്നെ നമ്മളെല്ലാവരും ചായയും ചെറിയ കടികളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ വിശക്കും. അപ്പോൾ നമ്മൾ കട്ടനും കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകും. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരം ഇരുട്ടി. അപ്പോൾ ഇപ്പോഴാണ് ഹൈ ടൈഡ് തുടങ്ങുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ചൂണ്ട ഇട്ടാൽ മീനിനെ കിട്ടും. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇടയ്ക്കൂടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കുന്നുണ്ട്. ചൂണ്ട ഒരു വശത്തൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മീനിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ടൈമിൽ മീൻ കിട്ടുന്ന സമയം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഞാൻ അപ്പോഴേ പറഞ്ഞു മീൻ കൊളുത്തിയെന്ന്. ഇത് മൈൻഡ് ചെയ്തില്ല. മെട്ടി, വീണ്ടും മെട്ടി. ഇല്ല, ഉണ്ട്, തരും. അറിയട്ടെ. അപ്പോൾ ദേ നമുക്ക് മീനിനെയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീണ്ടും അടുത്ത ചൂണ്ട അതേ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇരയെ കൊളുത്തുന്നുണ്ട്. അപ്പോൾ ചൂണ്ടയുടെ ഭാഗം കാണാത്ത രീതിയിലാണ് നമ്മൾ ഇരയെ കൊളുത്തി കൊടുക്കുന്നത്. കണ്ടോ, നമ്മളിപ്പം ഫ്രഷ് അപ്പലാണ് ഈ കൊളുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മീനിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആവേശമാണ് കേട്ടോ, അടുത്തടുത്ത് ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശയാവും. സത്യം പറഞ്ഞാൽ ഈ ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്ഷമ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ചില സമയത്ത് ഒരു മീനെ പോലും കിട്ടാറില്ല കേട്ടോ, ചില സമയത്ത് ഇഷ്ടം പോലെ മീനിനെയും കിട്ടാറുണ്ട്. അപ്പോൾ ദേ നമുക്ക് ഓരോ മീനിനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയത് മെട്ടിയാണ്. ദേ നമുക്ക് ഒരു അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു മെട്ടിയതേ നമുക്ക് കിട്ടിയത് കണ്ടോ. നമുക്ക് മുമ്പേ ഒക്കെ കിട്ടിയത് ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമുക്ക് നല്ലൊരു മെട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് കിട്ടിയതൊക്കെ ഈ ഒരു സൈസിലുള്ള മെട്ടികളെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫിഷിനെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെയും ചൂണ്ട ഇടാനുള്ള ഒരു ആവേശമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഇവിടെ ജാബറിനടുത്ത മീനിനെ കിട്ടി. അങ്ങനെ ഓരോ ചൂണ്ടയിലായിട്ട് നമുക്ക് പെട്ടെന്ന് മീനിനെ കിട്ടി തുടങ്ങിയായിരുന്നേ. അപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ ചൂണ്ട ഇടാനായിട്ടൊരു രസമായി കേട്ടോ. അങ്ങനെ ദേ നമ്മൾ വന്നത് വെറുതെ ആയില്ല കേട്ടോ. നമ്മൾ കുറേ വൈകുന്നേരം വന്നതല്ലേ, നമ്മൾ ആദ്യം നമ്മൾ പഴയ അപ്പലിട്ട് പിടിച്ചിട്ട് നമുക്ക് ചെറിയ 2 മെട്ടിയാണ് കിട്ടിയത്, മെട്ടിക്കുട്ടന്മാരെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് അപ്പലിനെ പിടിച്ചിട്ട് ഇരയായിട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് ദേ ഇതുപോലുള്ള സൈസിലുള്ള മെട്ടികളെ കിട്ടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ വീണ്ടും ചൂണ്ട ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നല്ല രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. മീനിനെ കിട്ടി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ദേ ഇവിടെ നമുക്ക് മീനിനെ കിട്ടുന്നുണ്ട്. അടുത്ത വഴിയിലൂടെ ദേ നമ്മൾ ചൂണ്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.